റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ, അതിലെ ഓരോ ദിവസങ്ങളും പവിത്രതയേറുന്നതാണ്. പുണ്യമായ അമലുകൾ കരസ്ഥമാക്കി അള്ളാഹുവിൻ്റെ ജന്നാത്തിലെത്താൻ തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്വിസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മറിയം. എവിടുന്നാണ്? നടുവട്ടം. മറിയം എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണല്ലേ. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? എങ്ങനെയുണ്ട്? നോമ്പ് കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലേ, ചൂട് കൂടുതലാണെന്നുള്ളൂ അല്ലേ? അതെ അതെ. അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. ചോദ്യത്തിലേക്ക് കടക്കാം. കടക്കാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. അതിന് 3നും ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട് കേട്ടോ. ചോദിക്കട്ടെ? ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുമായി ജീവിച്ച വർഷം എത്രയാണ്? എത്ര വർഷമാണ് ഖദീജ ബീവിയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്? ഓപ്ഷൻ വേണോ? 25, 30, 35. 25 എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം. ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സൂചനയുള്ള ഒരു സൂറത്തുണ്ട്. പ്രവാചകന്റെ വഫാത്തിന്റെ സൂചന ഉൾക്കൊള്ളുന്ന ഒരു സൂറത്ത്. ഏതായിരുന്നു ആ സൂറത്ത്? ഓപ്ഷൻസ്: സൂറത്തുൻ നസ്ർ, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്. ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സൂചനയുള്ള സൂറത്ത് ഏത്? ഓപ്ഷൻസ് ഒന്നുകൂടി. സൂറത്തുൻ നസ്ർ, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്. നാസ്. ഡൗട്ട് നാസാണ് ഫലക്. ഉറപ്പിക്കാം? ഓപ്ഷൻ 2 ഉറപ്പിക്കാം. ഫലക് ഉറപ്പിക്കാം? ഉറപ്പിക്കല്ലേ? അങ്ങനെ ചോദിച്ചപ്പോ ഡൗട്ടാവും. ഉറപ്പുള്ളത് പറഞ്ഞോളൂ. 1 2 3 ഏത് പറയാം? ഉറപ്പുള്ളത് പറഞ്ഞോളൂ. 2. ഓപ്ഷൻ 2 ഉറപ്പിക്കാം. 2 ഉറപ്പിക്കാം? ഉറപ്പിക്കാലോ അല്ലേ? 3 ഉറപ്പിക്കാം. 3 ഉറപ്പിക്കാം? 3 ഉറപ്പിക്കട്ടെ? ഉറപ്പിച്ചോളി. 3. നിങ്ങൾ നാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാസ് എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 1 സൂറത്തുൻ നസ്ർ ആണ്. ഓക്കേ. ഇൻഷാ അല്ലാഹ് വിളിക്കുക.
ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഐഷ, ഐഷ. എവിടുന്നാണ്? കൊള്ളന്നൂര്. കൊള്ളന്നൂര്. ഐഷ, ചോദ്യം ചോദിക്കട്ടെ? ആ ഉത്തരം പറയാലോ? ആ ഒന്നാമത്തെ ചോദ്യം, ആ റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ തരോ? ഓപ്ഷൻ തരാലോ. ഖാലിദ് ബിൻ വലീദ്, ഇബ്നു അബ്ബാസ്, ഹംസ റളിയല്ലാഹു അൻഹു. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ആ മത്സ്യവയറ്റിൽ അകപ്പെട്ട ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. മത്സ്യവയറ്റിൽ അകപ്പെട്ട ഒരു പ്രവാചകൻ. ആ ഓപ്ഷൻ തരൂ. പ്രവാചകന്റെ പേരെന്താണ്? നൂഹ്. നൂഹ്. ഓപ്ഷൻ വേണ്ട. ഓപ്ഷൻ പറഞ്ഞോ? മൂസ അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം. യൂനുസ്. യൂനുസ്. ഉറപ്പിക്കാം. ആ യൂനുസ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, ആ ഉഹദ് യുദ്ധത്തിൽ പതാക വഹിച്ച സ്വഹാബിയുടെ പേരെന്താണ്? ഉഹദ് യുദ്ധത്തിൽ പതാക വഹിച്ച സ്വഹാബിയുടെ പേരെന്താണ്? ഓപ്ഷൻ. ഓപ്ഷൻ മിസ്അബ് ബിൻ ഉമൈർ, മിസ്അബ് ബിൻ മാലിക്, മിസ്അബ് ബിൻ നസീർ. ഉമർ. ഉമൈർ. മിസ്അബ് ബിൻ ഉമൈർ ആണോ? ആ ഉറപ്പിക്കാം. ആ മിസ്അബ് ബിൻ ഉമൈർ എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം ശരിയാണ്. സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. ആ അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സിനാനി, സിനാൻ. എവിടുന്നാണ്? ഞാലങ്ങാട്. ഞാവിലങ്ങാട്. സിനാൻ എന്ത് ചെയ്യുന്നു? പഠിക്കണ്. എത്രാം ക്ലാസ്സിലാണ്? 9ാം ക്ലാസ്. 9ലാണോ? ആ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? കൊഴപ്പൊന്നുമില്ല. എവിടെയാണ് പഠിക്കുന്നത്? കുമാരനല്ലൂര്. കുമരനല്ലൂര് സ്കൂളിലാണ് അല്ലേ? ആ പാട്ടൊക്കെ പാടാറുണ്ടോ? ഇല്ല. എന്താ പാടാത്ത്? പാട്ടൊക്കെ പാടണ്ടേ? ചോദ്യം ചോദിക്കട്ടെ? ആലോചിച്ചോ. 3 ചോദ്യമാണ് കേട്ടോ. ഖുർആനിൽ ഏറ്റവും ദീർഘമായ ആയത്ത് ഏതാണ്? ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്ത് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. ആയത്തുദ്ദൈൻ, ആയത്തുൽ കുർസി, ആമന റസുല്. ആയത്തുദ്ദീന. ആയത്തുദ്ദൈൻ, ആയത്തുൽ കുർസി, ആമന റസുൽ. ഇതിലേതാ ശരി? ആയത്തുദ്ദൈൻ. ആയത്തുദ്ദൈൻ. ആ ആയത്തുദ്ദൈൻ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. ഫ എന്ന അക്ഷരമില്ലാത്ത, ഫ എന്ന അക്ഷരമില്ലാത്തൊരു സൂറത്തുണ്ട് ഖുർആനിൽ. ഏതാണ് ആ സൂറത്ത്? ഓപ്ഷൻസ്. ഓപ്ഷൻസ്: 1 ഫാത്തിഹ, 2 ഇഖ്ലാസ്, 3 ഫലക്ക്. ഫാത്തിഹ. ഏതാ ഉറപ്പിച്ച് പറയണം. ഫാത്തിഹയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പിക്കണ്ടേ? നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞോ. ഫാത്തിഹ. ആ ഫാത്തിഹ ഉറപ്പിക്കാം അല്ലേ? ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. ആ ശ്രദ്ധിച്ചുത്തരം പറയണം. സിമ്പിൾ ചോദ്യം ചോദിക്കോ? സിമ്പിൾ ചോദ്യം ചോദിക്കുക. ഫുൾ സിമ്പിളാ. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം
ശത്രുക്കളും സുജൂദ് ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ശത്രുക്കളും സുജൂദ് ചെയ്തു. ഏത് സൂറത്ത് കേട്ടപ്പോൾ? ഏത് സൂറത്ത് കേട്ടപ്പോഴാണ് ശത്രുക്കളും പ്രവാചകനോടൊപ്പം സുജൂദ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സൂറത്തുൽ നജ്മ്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ കാഫിറൂൻ. ഏതാണ് ശരിയായ ഉത്തരം? ഹലോ, മുൽക്ക്. സൂറത്തുൽ മുൽക്ക്. മുൽക്ക് ഉറപ്പിക്കാം അല്ലേ? സൂറത്തുൽ മുൽക്ക് എന്നാണ് സിനാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം സൂറത്തുൽ നജ്മാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലീഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സൻഹ ഫാത്തിമ. സൻഹ ഫാത്തിമ. സൻഹ ഫാത്തിമ എവിടുന്നാണ്? മുക്കാല. മുക്കാല. ഫാത്തിമ എന്ത് ചെയ്യുന്നു? ഹലോ, പഠിക്കുകയാണല്ലേ? ഒന്ന് ഒച്ചത്തിൽ പറയോ? പഠിക്കാണ്. നോമ്പുണ്ടോ? നോമ്പിന്റെ ക്ഷീണം കൊണ്ട് പറയാൻ പറ്റായാണോ? എന്നാ ചോദിക്കട്ടെ. അവിടെ ആരാ ഉള്ളത് അടുത്ത്? അവരോടൊക്കെ ചോദിച്ചോളണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, അലാഹുദ്ദീൻ ഖിൽജിയുടെ പ്രശസ്തനായ സേനാനായകൻ ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജിയുടെ പ്രശസ്തനായ സേനാനായകൻ ആരായിരുന്നു? ഓപ്ഷൻ വേണോ? ഒന്ന് മാലിക് ഗഫൂർ, രണ്ട് മാലിക് റാഫി, 3 മാലിക് അനസ്. ഇതിലേതാണ് ശരിയായ ഉത്തരം? രണ്ടാമത്തത് എന്താ? മാലിക് റാഫി. മൂന്നാമത്തത് മാലിക് അനസ്. ഏതാണ് ശരി? മാലിക് ഗഫൂർ. മാലിക് ഗഫൂർ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. വിശുദ്ധമായ ഖുർആനിൽ കാറ്റിനെ സംബന്ധിച്ച് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? കാറ്റില്ല, കാറ്റ്. ഈ കാറ്റിനെ സംബന്ധിച്ച് ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ വേണോ? 20, 25, 30. ഇരുപത്തിയഞ്ച്. 25 എന്ന ഉത്തരം ശരിയാണ്. ഇനി സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ സൻഹ. സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഓക്കെ അല്ലേ? എളുപ്പമുള്ളതേ ചോദിക്കൂ. എളുപ്പമില്ലാത്ത ചോദ്യം ചോദിക്കോ? ചോദിക്കോ? ഇല്ലാന്നാ തോന്നണേ. ഇങ്ങനെ ചോദിക്കൂല കേട്ടോ. എളുപ്പമുള്ള ചോദ്യമേ ചോദിക്കുള്ളൂ. ചോദിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ക്രിസ്താബ്ദം എത്രാം വർഷത്തിലായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ക്രിസ്താബ്ദം എത്രാം വർഷത്തിലായിരുന്നു? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ വേണോ? 474, 584, 587.
584. 584. ആ ലോക്ക് ചെയ്യട്ടെ? ആ ഇനി മാറ്റാൻ പറ്റില്ല കേട്ടോ. ആ ലോക്ക് ചെയ്തു. എന്തത്ര ഉറപ്പ്? ഇമ്മച്ചി പറഞ്ഞു. ഉമ്മച്ചിക്ക് എവിടുന്ന് കിട്ടി? അറിയണ്ടായിരുന്നു. ആ, ഉമ്മച്ചിക്ക് അറിയണ്ടായിരുന്നില്ലേ? ആ ആ, ശരിയാവോ? ആവും. ആവൂല്ലേ? ശരിയായാലും എന്താ ഉണ്ടാവുക? സമ്മാനം കിട്ടും. കിട്ടൂല്ലേ? കിട്ടുമോ നോക്കല്ലേ? ആ ശരിയാണോ ചോദിച്ചു നോക്കുക. പറഞ്ഞ ഉത്തരം ശരിയാണോ? 584 പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണോ നോക്കുക അല്ലേ? ആ എന്നാ നോക്കുക. ദുആ ചെയ്യണുണ്ടോ? ആ ശരിയാകണേ എന്ന് പ്രാർത്ഥിക്കണുണ്ടോ? ആ എന്നാ നോക്കി നോക്കട്ടോ. 584 എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. ആ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ആ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? നൗഫൽ. നൗഫൽ എവിടുന്നാണ്? കുമരനല്ലൂര്. കുമരനല്ലൂർ. നൗഫൽ എന്ത് ചെയ്യുന്നു? ഷോപ്പിൽ വർക്ക് ചെയ്യാം. ഷോപ്പിൽ എന്ത് ഷോപ്പാണ്? ഹോൾസെയിൽ ഷോപ്പാണ്. പലചരക്കിന്റെ എന്തിന്റെ? പലചരക്കിന്റെ ഹോൾസെയിൽ ഷോപ്പാണ്. ആ, ഹോൾസെയിൽ ഷോപ്പല്ല. കുമരനല്ലൂർ തന്നെയാണോ? കുമരനല്ലൂർ തന്നെ. ആ, ചോദ്യത്തിലേക്ക് കടക്കാം. ആ 3 ചോദ്യങ്ങളാണ്. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഖന്തക്കിൽ കിടങ്ങ് കീറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും വിരുന്നാക്കിയ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ പേരെന്താണ്? ഓപ്ഷൻസ് ഇല്ലേ? ഉണ്ട്, വേണോ? ആ ജാബിർ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു. ഇതിലേതാണ് ശരിയായ ഉത്തരം? ജാബിർ റളിയല്ലാഹു അൻഹു. ഹലോ, അതെ അതെ, ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു എന്നാണ് നൗഫൽ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിലെ ആദ്യ ഖൗലിയായ ഫർള് ഏതാണ്? നിസ്കാരത്തിൻ്റെ ഫർള് 14 അതിൽ ഖൗലിയുണ്ട്, ഖൽബിയുണ്ട്, ഫെയിലിയുണ്ട്. ഇതിൽ നിസ്കാരത്തിൻ്റെ ഫർളിലെ ആദ്യത്തെ ഖൗലിയായ ഫർള് ഏതാണ്? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ വേണം. 1 ഫാത്തിഹ, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. ഫാത്തിഹ. ഫാത്തിഹ. ഫാത്തിഹ ഉറപ്പിക്കാം. അതെ. ഫാത്തിഹ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഫാത്തിഹ എന്ന ഉത്തരം തെറ്റാണ്. ആദ്യത്തെ ഖൗലിയായ ഫർദ് തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ. ഓക്കെ, വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ റമദാൻ ടെലിഗസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ചോദ്യങ്ങളുമായി നാളെ ഇതേ സമയം ഒരുമിച്ച് കൂടുവാൻ റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ.
വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 416.